ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇഫ്താറിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾ സമൂസൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ബീൻസും ബീറ്റ്റൂട്ടും ക്യാരറ്റും കിഴങ്ങുമാണ്. ഇത് നാലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്. 2 സവാളയാണ് എടുക്കേണ്ടത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി നല്ല മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ക്യാരറ്റ് ഇട്ടു, പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ബീട്രൂട്ട് കിഴങ്ങും ബീൻസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സവാള ഇട്ട് കൊടുക്കുക. ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചില ചോപ്പ് ചെയ്തിട്ടും ഇടാവുന്നതാണ്. അങ്ങനെ സവാള ഇട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി പൊടികളാണ് ചേർക്കുന്നത്. പൊടികളായിട്ട് ചേർത്തത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂണാണ്. പിന്നെ ഗരം മസാല 3/4 ടീസ്പൂണാണ്. ഈ പൊടികളെല്ലാം ആ ഒരു വെജിറ്റബിൾസിൽ പിടിച്ച് വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പകുതി നാരങ്ങേൻ്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. പിന്നെ ഇതെല്ലാം ചേർത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ പൊടികളും അതെല്ലാം കൂടെ അതിനകത്തൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് സമൂസ ലീഫ് ഫോൾഡ് ചെയ്യാം. ഇനി ഫില്ലിങ്സ് വെക്കാം. ഫില്ലിങ്സ് വെക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ കുത്തി നിറച്ച് വെക്കാതിരിക്കുക. കാരണം അത് കുത്തി നിറച്ച് വെക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാനത് ഫോൾഡ് ചെയ്യാണ്. പേസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യണം. പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മടക്കിയെടുക്കാം. പിന്നെ ഇനി ചൂടായ എണ്ണയിലേക്ക് സമൂസ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. കാരണം ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സമൂസേൻ്റെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ്. ടാറ്റാ.